ഹലോ, ഇന്നിതാ സ്ട്രോബെറി ജാം ഉണ്ടാക്കുകയാണ്. സ്ട്രോബെറി ജാമിൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഫ്രഷ് സ്ട്രോബെറി, പിന്നെ നെയ്യ്, ഏലക്കാപ്പൊടി, കുറച്ച് നാരങ്ങ നീര്, പിന്നെ പഞ്ചസാര. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഇതിന് നല്ലോണം കുറുകി വരുമ്പോൾ സംഭവം സെറ്റാവും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ നമ്മുടെ സ്ട്രോബെറി ജാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ടെക്സ്ചർ കണ്ടോ? ഇതാണ് നമ്മുടെ സ്ട്രോബെറി ജാം റെഡിയായി വരുമ്പോൾ ടെക്സ്ചർ. ബബിൾസൊക്കെ മാറി നല്ലോണം കുറുകി ഇങ്ങനെ തിക്കായിട്ട് വരും. സ്ട്രോബെറി ജാം നമ്മൾ വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ സ്പൂൺ വെച്ച് ആക്കുമ്പോൾ മെല്ലെ ഓടിക്കൂടണം. അപ്പോൾ കറക്റ്റ് ടെക്സ്ചറായി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിത് വാങ്ങാം.